നല്ല രീതിയിലുള്ള ജീവിത പുരോഗതികൾ, നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കും. പൂർവികമായ സ്വത്തുകൾ നമുക്ക് ലഭിക്കുക, വ്യവഹാരങ്ങളിൽ വിജയം നേടുക, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാവുന്ന സമയമാണ്. സമ്പത്തും സമൃദ്ധിയും ആവോളം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. ഉയർന്ന ഉദ്യോഗം ലഭിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി നേരിടാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം. വിഷു ദാ ഇവിടം വരെ എത്തി. അപ്പോൾ നമുക്ക് ഈ ധനുക്കൂറുകാർക്ക് എങ്ങനെയാണ്, ഗുണമാണോ ദോഷമാണോ രക്ഷോടോ എന്നൊക്കെ നോക്കിയിട്ട് വരാം അല്ലേ. മൂലം, പൂരാടം, ഉത്രാടം കാല് വരുന്ന ധനുക്കൂറുകാർക്ക് വളരെ നല്ല ഗുണഫലങ്ങളാണ് കേട്ടോ വിഷു കൊണ്ടുതരിക. നല്ല രീതിയിലുള്ള ജീവിത പുരോഗതികൾ, നേട്ടങ്ങൾ, സ്ഥാനമാനങ്ങൾ നമുക്ക് ലഭിക്കും. ഏറെക്കാലമായിട്ട് വസ്തു വിൽക്കാനൊക്കെ ആഗ്രഹിച്ചിട്ട് അത് വിൽക്കാതിരിക്കുന്നവർക്കാണെങ്കിൽ ഈ വർഷം ശ്രമിച്ചാൽ അത് വിൽപ്പനയൊക്കെ നടക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പൂർവികമായ സ്വത്തുകൾ നമുക്ക് ലഭിക്കുക, വ്യവഹാരങ്ങളിൽ വിജയം നേടുക, സാമ്പത്തികമായ പുരോഗതി ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല നേട്ടങ്ങളുണ്ടാവുന്ന സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് സാമ്പത്തിക ലാഭം ലഭിക്കുക, സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് എല്ലാവരിൽ നിന്നും ഒരു സപ്പോർട്ടീവായിട്ടുള്ള മൈൻഡൊക്കെ ഉണ്ടായി കിട്ടുക, അതാണ് സഹായം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള നമുക്ക് നമ്മളോട് എല്ലാവർക്കും ഒരു സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രകൃതം ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം നടപ്പിൽ വരുന്നതാണ്. അതുപോലെ തന്നെ സമ്മാനങ്ങൾ, നമുക്ക് വിലപിടിപ്പുള്ള നല്ല നല്ല സമ്മാനങ്ങളൊക്കെ ലഭിക്കുവാൻ യോഗമുള്ള വർഷമാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ലേശം കൃത്യമായ നിഷ്ഠയോടു കൂടിയുള്ള ശ്രദ്ധ ആവശ്യമാണ്. ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുകയും ഉറക്കമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യേണ്ടത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളിലൊന്നാണ് കേട്ടോ. അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ പഠനത്തിൽ മികവ് പുലർത്താൻ പറ്റുന്നൊരു വർഷമാണ്. ആരോഗ്യപരമായ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കുമെങ്കിൽ പോലും വിദ്യാപുരോഗതി, നേട്ടങ്ങൾ, അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗം ലഭിക്കുക, അല്ലെങ്കിൽ ജോലിയിൽ പുരോഗതി നേരിടാൻ പറ്റുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഒരുപാട് കാലങ്ങളായിട്ട് മനസ്സിലാഗ്രഹിച്ച് കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ഈ വർഷം നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കും. സമ്പത്തും സമൃദ്ധിയും ആവോളം ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. എന്തെല്ലാം പല പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെയെല്ലാം ഓവർകം ചെയ്ത് മനസ്സുകൊണ്ട് അതിനെയെല്ലാം നമുക്ക് തരണം ചെയ്ത് കയറി വരാനും സാധിക്കുന്ന ഒരു വർഷമാണ്. പ്രധാനമായിട്ടും ഈ വർഷം നമ്മുടെ മൈൻഡ് ഓക്കെ ആണെങ്കിൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ പകുതി ഭാഗം വിജയിച്ചു. ഇടയ്ക്കിടയ്ക്ക് ടെൻഷൻ വരിക, സമാധാനമില്ലാത്ത സിറ്റുവേഷൻ വരിക, ഇതിനെയൊക്കെ ഒന്ന് മാറ്റി വെച്ചുകൊണ്ട് നല്ല രീതിയിൽ പുരോഗതിയോടുകൂടി എനിക്കെല്ലാം സാധിക്കും, അല്ലെങ്കിൽ ഞാൻ നോക്കിയാൽ നടക്കും എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ഉറച്ചു നിന്ന് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ല രീതിയിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണിത്. അതുപോലെ നാൽക്കാലികളിൽ നിന്നൊക്കെ ലാഭം ഉണ്ടാവുക, കൃഷിഭൂമിയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാവുക ഒക്കെ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. തൊഴിൽ അന്വേഷകർക്ക് ആഗ്രഹിക്കുന്ന ജോലിയിൽ തന്നെ പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ്. ഔദ്യോഗിക രംഗത്തൊക്കെ നിൽക്കുന്നവർക്ക് അതിൽ നല്ല രീതിയിൽ ശോഭിക്കുന്നതിനും നല്ല പുരോഗതി ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ നമുക്ക് നല്ല വിജയങ്ങളൊക്കെ നേടിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ. വിദ്യാർത്ഥികളുടെ കാര്യം നമ്മൾ പറഞ്ഞു. വിവാഹ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ പുരോഗതിയിലെത്താനും അല്ലെങ്കിൽ നല്ല രീതിയിൽ നല്ല ബന്ധങ്ങൾ നമുക്ക് വരാനും, അതായത് വിവാഹത്തിൽ കൂടി നമുക്ക് പുരോഗതി നേരിടുക. അപ്പം നമ്മളിലും സാമ്പത്തികമുള്ള ഒരു കുട്ടിയാവാം, അല്ല നല്ല ജോലിയുള്ളൊരു കുട്ടിയാവാം, നമുക്ക് സാമ്പത്തികമായ പുരോഗതികളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ്. നമ്മൾ പറയില്ലേ, ചിലർ വലുതുകാലം വെച്ച് വന്നതോടുകൂടി കുടുംബം രക്ഷപ്പെട്ടു, ചിലർ വന്നപ്പോൾ നശു എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞിട്ട് ഈ വർഷം നമുക്ക് കുടുംബത്ത് നമുക്ക് നല്ല നേട്ടങ്ങളും വിജയങ്ങളും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വർഷമാണ് കേട്ടോ. പിന്നെ നമുക്കിടെ അലസ മനോഭാവവും മടിയൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമ്മൾ നല്ല വിശാല മനസ്സിലായി നല്ല കഠിനാധ്വാനികളായിട്ട് മുന്നോട്ടിറങ്ങിയാൽ ഈ വർഷം നമുക്ക് പരാജയങ്ങളെ തൊട്ട് തീണ്ടുകയില്ലെന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഈ ധനുക്കൂറുകാർ വളരെ അധ്വാനശീലരാണ്. ആരിൽ നിന്നൊന്നും വെറുതെ വേണമെന്ന് ചിന്തിക്കുന്നവരോ അധ്വാനിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോ ഒന്നുമല്ല. നല്ല ജീവിത പുരോഗതിയും നേട്ടങ്ങളും അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കാം. അതുപോലെ കുടുംബത്ത് സന്തോഷമുള്ള നിമിഷങ്ങൾ ഉണ്ടാവുക, ആഹ്ലാദ പ്രകടനങ്ങൾ ഉണ്ടാവുക, നേട്ടങ്ങൾ ഉണ്ടാവുക, സാമ്പത്തിക പുരോഗതികൾ ഉണ്ടാവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന
ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. ആരോടും നമ്മൾ അധികമായിട്ട് പങ്കാളിത്ത ബിസിനസ്സിലൊന്നും ചെന്ന് ചാടി അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ പ്രത്യേകം നമ്മൾ കെയർ ചെയ്യേണ്ടതും കൂടിയാണ്. പങ്കാളിത്ത ബിസിനസ് വഴിയൊക്കെ ധനം നഷ്ടപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു വർഷം കൂടിയാണിത്. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വളരെ ശുദ്ധ മനസ്സിന് ഉടമകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മറ്റുള്ളവരുടെ പ്രേരണയിൽ വീഴാനും അതിൽ നിന്ന് നമുക്ക് പിന്നീട് ചതി പറ്റാനുമൊക്കെ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. അതുപോലെ മാനസികമായിട്ട് കുറച്ച് പിരിമുറുക്കങ്ങളും ടെൻഷനും വിഷമവും ഒക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കുന്നതുമാണ് കേട്ടോ. ചെറിയൊരു പ്രശ്നത്തിലൊന്നും നമ്മൾ പതറിപ്പോവാതെ കണ്ട്, അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് മടുത്തു പോവാതെ കണ്ട്, നമ്മൾ ആരോടും ഒരു പ്രശ്നത്തിൽ ഡൗൺ ആവാതെ കണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, നമ്മൾ ഡൗൺ ആയിപ്പോയി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോവാതെ കണ്ട് നല്ല ഊർജ്ജത്തോടു കൂടി, നല്ല എനർജിയോടു കൂടി, നല്ല രീതിയിൽ, നല്ല പവറായി തന്നെ നിന്ന് നമ്മൾ മുന്നോട്ട് വിജയിച്ചു പോകാൻ പ്രത്യേകം സൂക്ഷിക്കണം, ചിന്തിക്കണം കേട്ടോ. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഈശ്വര പ്രാർത്ഥന, നിഷ്ഠയോടുകൂടിയുള്ള ശരിയായ രീതിയിലുള്ള ഈശ്വര പ്രാർത്ഥന കൊണ്ട് നമ്മുടെ പല പ്രശ്നങ്ങളെയും നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കുടുംബക്ഷേത്രം അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് അവിടെ കഴിവുപോലെ വഴിപാടുകൾ നടത്തുക. അവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാട് എന്താണോ അതൊക്കെ നമ്മൾ നടത്തി പ്രാർത്ഥിച്ച് മനസ്സൊന്ന് ഏകാഗ്രമാക്കി പോരുമ്പോൾ തന്നെ നമുക്ക് കുറേ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഊർജ്ജം ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഈ പ്രതിസന്ധികളെയൊക്കെ ഒന്ന് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയവും നല്ല ശുഭപ്രതീക്ഷകളും നേട്ടങ്ങളും തന്നെയാണ് നമുക്ക് ഈ വർഷം നേടിയെടുക്കാനുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ചെറിയ ചെറിയ രോഗങ്ങൾ ഇടയ്ക്ക് വന്നാൽ അപ്പം തന്നെ ഔഷധം കഴിക്കുക. നമ്മൾ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് അനങ്ങാതെ ഇരിക്കുകയോ വെച്ചോണ്ടിരിക്കുകയോ ചെയ്തത് അപ്പം തന്നെ നമ്മൾ അതിന് വേണ്ടുന്ന ഔഷധങ്ങൾ കഴിക്കുക, റെസ്റ്റ് എടുക്കുകയൊക്കെ ചെയ്ത് അത് മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനകരമായ ഒരവസ്ഥയാണ് കേട്ടോ. അതുപോലെ തന്നെ വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നതിനൊരു ശ്രദ്ധ വേണം, എപ്പോഴും ശ്രദ്ധയോടുകൂടി വേണം അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്താനായിട്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പരാജയങ്ങൾ, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പേരിൽ നമുക്ക് കണ്ണീരിനുള്ള ഇടയുണ്ടാവുന്ന കാര്യങ്ങളുണ്ടാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. മനസ്സിന് ഒരു സമാധാനക്കുറവൊക്കെ ഇടയ്ക്ക് തോന്നുകയാണെങ്കിലും ഈ പറഞ്ഞ വഴിപാട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി ചെയ്യുന്നത് ഉത്തമ ഫലത്തെ പ്രദാനം ചെയ്യും. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ഇതൊക്കെയാണെങ്കിൽ പോലും ഇവർക്ക് പരിചാരകർ വരെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ. നല്ല രീതിയിൽ ജീവിത പുരോഗതിയിലേക്ക് എത്തി അതിൽ നല്ല രീതിയിലുള്ള വിജയങ്ങളൊക്കെ നേടിയെടുത്ത് ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണിത്. അപ്പം വലിയ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ കണ്ട്, എന്നാൽ അതിലധികം നല്ല നല്ല നേട്ടങ്ങൾ കൂടി നമുക്ക് നല്ല നല്ല വിജയ സാധ്യതകളിലേക്കൊക്കെ എത്തിപ്പെടുവാനും യോഗമുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഇത്. പിന്നെ നമുക്ക് കലാകായിക മേഖലകളിലുള്ളവർക്കൊക്കെ നല്ല വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരിക്കലും ഇടയ്ക്ക് സ്ഥാനപ്രവേശം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാളുകളൊക്കെ തൊഴിലിടവേളകൾ എടുക്കേണ്ടതായിട്ടൊക്കെ വരാനുള്ള സാധ്യതകളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും കേട്ടോ. അതുപോലെ നമുക്ക് എന്താ പറയുക, ശത്രുജയം അല്ലെങ്കിൽ നമ്മുടെ ശത്രുക്കളെയൊക്കെ വിജയിക്കുന്നതിന്, അവരുടെ മുകളിൽ നമുക്ക് വിജയിക്കുന്നതിനും ശത്രുക്കളിൽ നിന്ന് തന്നെ സാമ്പത്തിക നേട്ടങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ ഇത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സാമ്പത്തിക പുരോഗതി അല്ലെങ്കിൽ തൊഴിൽ ലാഭം, തൊഴിലിൽ നിന്ന് മെച്ചങ്ങൾ, സമ്പൽ സമൃദ്ധി, സമ്മാനാദി ലാഭങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള ഒരു വർഷം കൂടിയാണിത്. അപ്പം ആരോടും നമ്മൾ അമിതമായ ഒരു വിശ്വാസമൊന്നും വെച്ച് പുലർത്താതിരിക്കുക. എന്നിരിക്കലും മറ്റുള്ളവരെ വെറുക്കണമെന്നല്ല, വളരെ നല്ല രീതിയിൽ സ്നേഹമായിട്ട് തന്നെ അവരോട് പെരുമാറുക. അലങ്കാര വസ്തുക്കൾക്ക് വേണ്ടിയൊക്കെ ധനം ചെലവഴിക്കാൻ യോഗമുള്ള ഒരു സമയമാണ് കേട്ടോ ഇത്. അലങ്കാര വസ്തുക്കൾക്ക് ധനം ചെലവഴിക്കുക, അല്ലെങ്കിൽ നമുക്കത് വേണ്ട രീതിയിലേക്ക് അത് പൈസ ഒന്ന് സ്വരുക്കൂട്ടി സേവ് ചെയ്യാനൊക്കെ പറ്റാതെ വരിക. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ഈ ലൈഫിൽ ഈ ധനുക്കൂറുകാർക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായി വരും എന്നതിൽ വലിയ തർക്കങ്ങളൊന്നും ആവശ്യമില്ല. നല്ല രീതിയിൽ ഈശ്വര പ്രാർത്ഥനയോടുകൂടി നല്ല രീതിയിലുള്ള നിഷ്ഠയോടുകൂടി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നിലവിൽ വരുന്നതായ എല്ലാ വിഷയങ്ങളെയും ഓവർകം ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കും കേട്ടോ. അപ്പോഴേ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വിഷു ആശംസകൾ. അപ്പോൾ നന്ദി, നമസ്കാരം.